നീലേശ്വരത്ത് കോട്ടപ്പുറം എന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ കോട്ടപ്പുറം ബോട്ട് ടെർമിനൽ, ഇവിടെ ഒരു കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. വടക്കേ മലബാറിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് നീലേശ്വരം കോട്ടപ്പുറം ബോട്ട് ടെർമിനൽ. ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടൂറിസ്റ്റ് പ്ലേസിൽ ഒരു അധ്യാപിക അവരുടെ വായനയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഫെറീന കോട്ടപ്പുറം എന്നുള്ള എഴുത്തുകാരി അധ്യാപികയാണ്. അവർ കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പ് സ്കൂളിലെ ഒരു അധ്യാപികയാണ്. അവർ പുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഈ നാട്ടിലുള്ള ഒരു വായനയ്ക്ക് വേണ്ടി ആ പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുകയും അതുപോലെ തന്നെ നാട്ടുകാർക്കൊക്കെ ആ പുസ്തകം വിതരണം ചെയ്തുകൊണ്ട് ഒരു വായനാ സംസ്കാരം വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമമാണ് ഈ അധ്യാപിക നടത്തുന്നത്. നമുക്ക് ടീച്ചറുമായി നേരിട്ട് കാണാം, പരിചയപ്പെടാം. നമസ്കാരം. പേരെങ്ങനെയാണ് ടീച്ചറെ? എൻ്റെ പേര് ഫറീന അല്ലേ? വീട് കോട്ടപ്പുറം തന്നെയാണ്. പേര് ഫറീന കോട്ടപ്പുറം. എന്നല്ലേ? അപ്പോൾ നിങ്ങൾ ഈ സംരംഭം അല്ല, ഈ വായന വീട് അല്ലേ, ഇതിനെന്ത് പറയുന്നത്? വായന ഇടം പറയുന്നത്. ഈ വായന ഇടം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ പുസ്തകങ്ങളെ പരിചയപ്പെടാം. ഇപ്പോൾ ഇവിടെ വരുന്ന ടെർമിനലിൽ വരുന്നവർക്ക് മറ്റെല്ലാ എന്റർടൈൻമെന്റും ഉണ്ട്. പുസ്തകങ്ങളും പരിചയപ്പെടാം. പുതിയ പുസ്തകങ്ങൾ, നമ്മുടെ പ്രാദേശിക എഴുത്തുകാരുടെ പുസ്തകങ്ങൾ, ഇങ്ങനെ എല്ലാ തരത്തിലും പുസ്തകം ഒന്ന് ജസ്റ്റ് നോക്കുക, പേര് വായിക്കുക, ഓതറുടെ പേര് വായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒറ്റ നോട്ടത്തിൽ. ഇത് 4 മണി മുതൽ 6:30 വരെയാണ് ഇവിടെ സമയമുള്ളത്. ഒരു പുസ്തക പ്രേമിയാണെങ്കിൽ അവർ ആ പുസ്തകം കണ്ടെത്തുകയും ലൈബ്രറിയിൽ പോയൊക്കെ വായിക്കും. പക്ഷെ യാദൃശ്ചികമായിട്ട് കണ്ണ് തട്ടുകയും ഒരു പുസ്തകം എടുത്ത് കയ്യിൽ വെച്ച് പഴയ പൊടി തട്ടിയെടുക്കാൻ, പഴയ വായനയൊക്കെ പൊടി തട്ടിയെടുക്കാനുള്ള വനിതകൾ മാത്രമല്ല യുവാക്കൾ ഒരുപാട് വരുന്നുണ്ട്. മീൻസ് യൂത്ത് ഉദ്ദേശിച്ചത്, അതിന് സ്ത്രീ പുരുഷൻ രണ്ടും വരും. യുവജനങ്ങള് നമ്മളിപ്പം ശരിക്കും പറയുന്നത് വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സത്യത്തിൽ അതല്ല. ഒരുപാട് പുസ്തകങ്ങളെ കുറിച്ച് അവർക്ക് അറിയാം. അവര് അത് തേടി വരുന്നുണ്ട്. ചില കാര്യങ്ങൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായും സൗജന്യമായിട്ടാണ് ഇത്തരം ഒരു പരിപാടി അല്ലേ? തീർച്ചയായിട്ടും സൗജന്യമാണ്. കാരണം 100 പുസ്തകങ്ങൾ എൻ്റെ സ്വന്തം പുസ്തകം എടുത്തിട്ട് ഞാനിങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഷെൽഫ് കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിൽ 450 പുസ്തകങ്ങൾ നിറഞ്ഞപ്പം വെക്കാൻ സൗകര്യമില്ലാതെ ഒരാൾ ഇതും കൂടി നമുക്ക് ചെയ്തു തന്നു. അതിലും പുസ്തകം ഇപ്പം ഏകദേശം 600 പുസ്തകങ്ങളുണ്ടല്ലേ? ഇത് ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും വന്ന് വായിക്കാം. 4 മണി മുതൽ 6:30 വരെ ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് വായിക്കാം. 600 കൊണ്ടുപോകേണ്ടത് ഇപ്പം ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ കാരണം ഇവിടെ വരുന്നത് പല ദേശങ്ങളിൽ നിന്ന് ആൾക്കാരാണ്. ഇവിടെ തന്നെ ആൾക്കാരല്ല വരുന്നത്. ആൾക്കാർ വന്നിട്ട് വായിക്കുന്നുണ്ട്. അത് സ്ഥിരം വായനക്കാർ കുറച്ചുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണല്ലേ? 4 മണി മുതൽ 6:30 മണി വരെ ടീച്ചറെ നേരിട്ട് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വായനക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയും കാണാത്ത ഒരു പുതുമയുള്ളൊരു കാര്യമാണ്. ഭയങ്കര ഒരു കൗതുകമാണ്. അതുപോലെ ടീച്ചർ വേറെ എങ്ങനെ റേഡിയോ അങ്ങനെയുള്ള കഥകൾ അവതരിപ്പിക്കുക, സോഷ്യൽ മീഡിയയിലൊക്കെ ആകാശവാണിയിൽ കഥയും കവിതകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്.
വിൽപ്പനയല്ല, ഇത് വായന ഇടുന്നുണ്ട്, വെളിച്ചം കൊണ്ട് ഇവർ ചെയ്യുന്നതാണ്. വായിക്കുന്നവരെ എനിക്കൊന്ന് ഐഡന്റിറ്റി കാണാമല്ലോ. കോട്ടപ്പുറം തന്നെയാണ്.